എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏത്തപ്പഴം വേണം, നല്ലതുപോലെ പാകം വന്ന ഏത്തപ്പഴം. അത് ആവിയിൽ വെച്ച് പുഴുങ്ങി അതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എന്നുവെച്ചാൽ ഒന്ന് സ്മാഷ് ചെയ്ത് കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ കൂട്ടിയുള്ള ഒരു സ്നാക്കാണ്. മധുരമുള്ളതാണ്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ, ചായയുടെ കൂടെ കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. സാധാരണ നമ്മൾ ഏത്തപ്പഴം വെച്ച് പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സ്ഥിരം നമ്മൾ പഴംപൊരി അത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഹെൽത്ത് വൈസ് അത് അത്ര നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് വരും. നല്ലതുപോലെ പാകം വന്ന 3 ഏത്തപ്പഴം കട്ട് ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 7-8 മിനിറ്റൊക്കെ വേണ്ടി വരും. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പഴം മാത്രമായിട്ടൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫോർക്ക് വെച്ച് ഇത് നല്ലതുപോലൊന്ന് ഉടച്ചെടുക്കണം. കണ്ടില്ലേ? പഴം നല്ലതുപോലെ ഉടച്ചെടുത്തു. അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ്, അപ്പം ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള പൊടിയാണ് എടുക്കുന്നത്. ഇത് ഒരു അരക്കപ്പ് ഫുള്ളില്ല, അരക്കപ്പിൻ്റെ അടുത്തൊക്കെ ഉള്ളൂ. അത്രയും അരിപ്പൊടി എടുത്തിട്ട് ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് മിക്സ് ചെയ്യണം. കൈകൊണ്ട് കുഴച്ചാൽ മതി. ഒരു നുള്ള് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ നെയ്യാണ്. പിന്നെ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർക്കാം. ഞാനിവിടെ ചുക്കും ജീരകവും പൊടിച്ചതാണ് ഒരു 1/2 ടീസ്പൂൺ, രണ്ടും കൂടി 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും കൈകൊണ്ട് നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു. ഇനി ഇതിനകത്തൊരു അപ്പത്തിൻ്റെ തട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ ബോൾസായിട്ട് നമ്മളുടെ ഈ മാവുണ്ടല്ലോ, അത് ചെറിയ ചെറിയ ബോൾസായിട്ട് ഉരുട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കൈ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ലതുപോലെ ഉരുട്ടിയെടുത്താൽ മതി. നല്ല മാവ് നല്ലതുപോലെ മിക്സാക്കി. നല്ല മധുരമുണ്ട്, കാരണം വേറെ മധുരമൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. ഏത്തപ്പഴത്തിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ല മധുരമുണ്ട്. എന്നിട്ട് ഇത് ഉരുട്ടി വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 6 മിനിറ്റൊക്കെ മതിയാവും. ഇതൊന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കണം. മാവ് ഫുള്ളും നമ്മൾ ഉരുട്ടി റെഡിയാക്കി ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് ഒരു 6-7 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് ശർക്കര, ഇത് കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, എങ്കിലും അതൊന്ന് ഉരുക്കിയെടുക്കണം. ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഉരുക്കിയെടുത്തു. എന്നിട്ട് അത് ഒരു പാനിലേക്ക്, ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് അരിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇത് ഒന്ന് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരണം. ശർക്കരപ്പാനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിക്കായിട്ട് വരും. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരപ്പാനി ഇവിടെ നല്ലതുപോലെ തിളച്ച് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരല്പം നെയ്യ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് തേങ്ങയാണ്. 1/4 കപ്പ് തേങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കണ്ടില്ലേ? അപ്പം നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ശർക്കരയൊക്കെ ഈ തേങ്ങയിൽ പിടിച്ച് നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഒന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി. ഈ തേങ്ങയൊക്കെ ഇതിൻ്റെ പുറത്തൊരു കോട്ടിങ് പോലെയൊക്കെ പിടിക്കും. ആ ശർക്കരയും തേങ്ങയൊക്കെ ഇതിൻ്റെ പുറത്ത് ഒരു കോട്ടിങ് പോലെ പിടിക്കും. ഇനിയും നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം.
ഏത്തപ്പഴം കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡിയാണ്. ഒന്ന് തണുത്തിട്ട് കഴിക്കാവുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയ ഈവനിങ് സ്നാക്ക് ഉണ്ടല്ലോ, നല്ലൊരു സ്വീറ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ തന്നെ കാണാം. താങ്ക് യു.